പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 50 GK അടങ്ങിയ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ രാജിവെച്ച ഉപപ്രധാനമന്ത്രി മൊറാർജി ദേശായി. അപ്പോൾ മൊറാർജി ദേശായിനെ കുറിച്ച് ബാക്കി ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി. പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും പരമോന്നത സിവിലിയൻ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ രാജിവെച്ച ഉപപ്രധാനമന്ത്രിയാണ്. പിന്നെ എന്താണ്, ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പരമോന്നത സിവിലിയൻ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയ ശേഷം പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വ്യക്തിയാണ് മൊറാർജി ദേശായി. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി. 10 തവണ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കേന്ദ്രമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1991 ഭാരതരത്നം ലഭിച്ചു. അന്ത്യവിശ്രമ സ്ഥലം അഭയഘട്ടാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി, കേന്ദ്ര ധനമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച മന്ത്രി, 1991 ഭാരതരത്നം ലഭിച്ചു. അന്ത്യവിശ്രമ സ്ഥലം അഭയഘട്ട്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിച്ചത് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി ഏത് സംസ്ഥാനത്താണ് നിർമ്മിച്ചത്? കേരളം, അവിടെ മട്ടാഞ്ചേരിയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല എവിടെയാണ്? വിജയവാഡയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആരാണ്? JRD ടാറ്റ. അടുത്തത്, വൈസ്രോയിമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് ആരാണ്? വൈസ്രോയിമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് ലിൻ ലിത്ഗോ പ്രഭു ആണ് വൈസ്രോയിമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത്. ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദിലാണ്. ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം 25. ഇന്ത്യയിലെ ടൈഡൽ തുറമുഖം കണ്ട്ല. ഇന്ത്യയിലെ ടൈഡൽ തുറമുഖം കണ്ട്ല. ഇന്ത്യയിലെ തേയിലത്തോട്ടം അസം. ഇന്ത്യയിലെ തേയിലത്തോട്ടം അസം. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് റിപ്പൺ പ്രഭു. ഇതെല്ലാം PSCക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് റിപ്പൺ പ്രഭു. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ആക്രമണകാരി മുഹമ്മദ് ബിൻ കാസിം ആണ്. ആദ്യത്തെ ആക്രമണകാരി മുഹമ്മദ് ബിൻ കാസിം. അടുത്തത്, ഇന്ത്യയിലെത്തിയ ആദ്യ ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയാൻ. ഇന്ത്യയിലെത്തിയ ആദ്യ ചൈനീസ് സഞ്ചാരി ഫാഹിയാൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലാണ് രാജസ്ഥാൻ കനാൽ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലാണ് രാജസ്ഥാൻ കനാൽ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രം ടൈംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഉപ്പുരസം കൂടിയ തടാകമാണ് സംഫാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും ഉപ്പുരസം കൂടിയ തടാകം സംഫാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം എന്ന് ചോദിച്ചാൽ അത് ചിൽക്കയാണ്, ഒറീസയിലെ ചിൽക്ക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉപ്പുരസം കൂടിയ തടാകമാണ് സംഫാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം ചോദിച്ചാൽ ചിൽക്കയാണ്. ഇന്ത്യയിലെ വൈസ്രോയിമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് ലിൻ ലിത്ഗോ പ്രഭു. നമ്മൾ കണ്ടതാണ്. ഇനി അടുത്തത്, ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും
കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദിൽ. അത് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം ബാംഗ്ലൂരാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശിയാണ് ഹെൻറി ഡ്യൂറന്റ്. 1957 ആണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ആദ്യത്തെ വിദേശി, ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വിദേശിയാണ് ഹെൻറി ഡ്യൂറന്റ്. ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? 36. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത് ദ്വീപ്, ചെറിയ ദ്വീപ് കിൽത്താൻ ദ്വീപ്. അപ്പോൾ വലിയ ദ്വീപ് ആന്ത്രോത്ത് ദ്വീപ്, ചെറിയ ദ്വീപ് കിൽത്താൻ ദ്വീപ്. അടുത്തത്, ഋഷികേശിൽ വെച്ച് ഗംഗയുമായി സംഗമിക്കുന്ന നദിയാണ് ചന്ദ്രഭാഗ. അപ്പോൾ ഋഷികേശിൽ വെച്ച് ഗംഗയുമായി സംഗമിക്കുന്ന നദിയാണ് ചന്ദ്രഭാഗ. ലഘു ഭാസ്കര്യത്തിന്റെ കർത്താവ് ശങ്കരനാരായണൻ. ലഘു ഭാസ്കര്യത്തിന്റെ കർത്താവ് ശങ്കരനാരായണൻ. ലാ മിറാബ്ലെ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോൻ. ലാ മിറാബ്ലെ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോൻ. ലാലാ ലജപത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വധിച്ചത് ഭഗത് സിംഗ് ആണ്. അപ്പോൾ ലാലാ ലജപത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വധിച്ചത് ഭഗത് സിംഗ് ആണ്. അടുത്തത്, ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത്. ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് അടൽ ബിഹാരി വാജ്പേയി. ഇപ്പോൾ ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് അടൽ ബിഹാരി വാജ്പേയി. അടുത്തത്, ലിയോപോൾഡ് ബ്ലൂം ആർ സൃഷ്ടിച്ച കഥാപാത്രമാണ് ജെയിംസ് ജോയ്സ്. ലിയോപോൾഡ് ബ്ലൂം ആർ സൃഷ്ടിച്ച കഥാപാത്രമാണ് ജെയിംസ് ജോയ്സ്. ലിംഗായത്തുകളുടെ ആരാധനാമൂർത്തിയാണ് ശിവൻ. ലിംഗായത്തുകളുടെ ആരാധനാമൂർത്തിയാണ് ശിവൻ. ലീ ക്വാൻ യു ഏത് രാജ്യത്തെ ആദ്യ പ്രധാനമന്ത്രിയാണ്? ലീ ക്വാൻ യു ഏത് രാജ്യത്തെ ആദ്യ പ്രധാനമന്ത്രിയാണ്? സിംഗപ്പൂർ. ലീലാവതി എന്ന കൃതി പേർഷ്യനിലേക്ക് തർജ്ജമ ചെയ്തത് ഫെയ്സി. ഇപ്പൊ ലീലാവതി എന്ന കൃതി പേർഷ്യനിലേക്ക് തർജ്ജമ ചെയ്തത് ഫെയ്സിയാണ്. ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതെന്ന്? 1793 ജനുവരി 21. ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് എന്ന്? 1793 ജനുവരി 21. അടുത്തത്, ലൂസിറ്റാനിയ ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് പോർച്ചുഗൽ. പോർച്ചുഗലിന്റെ മുൻപത്തെ പേരാണ് ലൂസിറ്റാനിയ. ലൂക്കോസൈറ്റ് എന്നാൽ എന്ത്? ലൂക്കോസൈറ്റ് എന്ന് പറഞ്ഞാൽ വെളുത്ത രക്താണുക്കൾ അല്ലെങ്കിൽ WBC. അടുത്തത്, ലൂണാർ കാസ്റ്റിക് എന്നറിയപ്പെടുന്നത് സിൽവർ നൈട്രേറ്റ് ആണ്. ലൂണാർ കാസ്റ്റിക് എന്നറിയപ്പെടുന്നത് സിൽവർ നൈട്രേറ്റ് ആണ്. ഋഗ്വേദത്തിന് എത്ര മണ്ഡലങ്ങളുണ്ട്? 10 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഋഗ്വേദത്തിന് എത്ര മണ്ഡലങ്ങളാണ്? 10 മണ്ഡലങ്ങൾ. തൂവലിന്റെ സാന്ദ്രത ഏറ്റവും കൂടിയ പക്ഷിയാണ് പെൻഗിൻ. തൂവലിന്റെ സാന്ദ്രത ഏറ്റവും കൂടിയ പക്ഷിയാണ് പെൻഗിൻ. അടുത്തത്, എ ചൈന പാസേജ് രചിച്ചത് JK ഗാൽബ്രെയ്ത്ത്. അപ്പോൾ എ ചൈന പാസേജ് രചിച്ചത് JK ഗാൽബ്രെയ്ത്ത്. എ നാഷൻ ഇൻ മേക്കിംഗ് രചിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. എ നാഷൻ ഇൻ മേക്കിംഗ് രചിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. APJ അബ്ദുൽ കലാമിന്റെ പൂർണ്ണനാമം അബുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. അബുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്നാണ്
APJ അബ്ദുൽ കലാമിൻ്റെ പൂർണ്ണനാമം? AK ഗോപാലൻ്റെ പട്ടിണി ജാഥയിൽ എത്ര അനുയായികൾ പങ്കെടുത്തു? 32 പേര്. തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ ആരംഭിച്ച വർഷം? തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ ആരംഭിച്ച വർഷം 1888. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്ത ചിത്രമാണ് ഇന്ത്യൻ ദേശീയ പതാക. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്ത ചിത്രമാണ് ഇന്ത്യൻ ദേശീയ പതാക. അടുത്തത്, എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാജ്യം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാജ്യം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ. ഏറ്റവും കുറച്ച് അതിർത്തിയുള്ള രാജ്യം വത്തിക്കാൻ. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള വൻകരയാണ് ഏഷ്യ. അപ്പോൾ ഏറ്റവും കുറച്ച് അതിർത്തിയുള്ള രാജ്യമാണ് വത്തിക്കാൻ. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള വൻകരയാണ് ഏഷ്യ. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. അടുത്തത്, 7 കടലുകളാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് സൗദി അറേബ്യ. 7 കടലുകളാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് സൗദി അറേബ്യ. ഏത് രാജ്യത്തിൻ്റെ പാർലമെന്റാണ് റിക്സ്ഡാഗ്? ഏത് രാജ്യത്തിൻ്റെ പാർലമെന്റാണ് റിക്സ്ഡാഗ്? സ്വീഡൻ. ഏത് രാജ്യത്തിൻ്റെ ആദ്യ പ്രസിഡന്റാണ് മുസ്തഫ കമാൽ? തുർക്കി. ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ് ത്രേസ്? തുർക്കി. അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് ഇതോടെ തീരുകയാണ്. അടുത്ത ഇനി മോക്ക് ടെസ്റ്റുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.